പരിവാർ സേന പാസാക്കുമ്പോൾ പ്രതിഷേധത്തിൻ കോട്ടകൾ തീർക്കാൻ നിലവിലിറങ്ങുന്ന സോദരരെ നമ്മുടെ പൂർവികർ ദാനം ചെയ്ത ഭൂമി സ്വത്തും തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടൊരു വഖഫില് പിൻവലിക്കും കാലം വരെ തുടരും ഞങ്ങൾ പ്രതിഷേധം ഇൻക്ലാബ് സിന്ദാബാദ് നമ്മുടെ പൂർവികർ ദാനം ചെയ്ത ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് പ്രതിഷേധം രാജ്യവ്യാപക പ്രതിഷേധം വംശവെറിയുടെ വഖഫ് ബില്ല് പരിവാർ സേന പാസാക്കുമ്പോൾ പ്രതിഷേധത്തിൻ കോട്ടകൾ തീർക്കാൻ തെരുവിലിറങ്ങുക സോദരരെ നമ്മുടെ പൂർവികർ അന്തിയുറങ്ങും മണ്ണറ പോലും മാന്തിയെടുക്കാൻ സംഘീകരണം തയ്യാറായാൽ ഉന്നതമായൊരു ഭരണഘടന നെഞ്ചിൽ ചേർത്ത് പിടിക്കും ഞങ്ങൾ ജനാധിപത്യ പോരാട്ടങ്ങൾ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് രാജ്യത്തിന്റെ ഭരണഘടന നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ അധിവസിക്കും പൗരന്മാരെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ തയ്യാറാക്കിയ പുതിയ പദ്ധതി വംശീയതയുടെ വക്കപ്പില്ല
എല്ലാം തകർത്ത് ഇല്ലാതാക്കാൻ RSSിൻ ഗൂഢപദ്ധതി നീതി പുലരും കാലം വരെയും ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, വഖഫ് ഭേദഗതി ബില്ല് 2024 കഴിഞ്ഞ ആഗസ്റ്റ് മാസം പാർലമെന്റിൽ സമർപ്പിക്കുകയും പ്രതിപക്ഷത്തിന്റെയും ഇതര മത സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെയും എതിർപ്പിനെ തുടർന്ന് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് APCക്ക് വിടുകയും അത് ചർച്ചകൾക്കും മറ്റും ശേഷം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുവാൻ പോവുകയാണ്. ബില്ല് വോട്ടിനിടാൻ പോവുകയാണ്. അത്തരം ഒരു APC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, അതിൽ പ്രതിപക്ഷ MPമാരും പ്രതിപക്ഷ അംഗങ്ങളും ഉൾപ്പെടുന്ന APC കമ്മിറ്റിയിൽ പ്രതിപക്ഷ MPമാരുടെയും അംഗങ്ങളുടെയും 44ഓളം വരുന്ന ഭേദഗതി അഭിപ്രായങ്ങൾ അതിനെ സ്വീകരിക്കാതിരിക്കുകയും ഭരണകക്ഷി MPമാരുടെ അംഗങ്ങളുടെ ഏതാണ്ട് 14 നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് തികഞ്ഞ ഉത്തരവാദപരമായ ഒരു ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ വോട്ടിനിടുകയാണ്. ഈ വഖഫ് എന്ന് പറയുന്നത് സർക്കാരിന്റെയോ ഇവിടെയുള്ള ഏതെങ്കിലും നാടിവാഴികളുടെയോ സ്വത്തല്ല എന്നും ഇത് പരമ്പരാഗതമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ദൈവഭക്തിയുള്ളവർ ദൈവത്തിന്റെ അടുക്കൽ പുണ്യം നേടുവാൻ വേണ്ടി ഇഷ്ടദാനം നൽകിയ സ്വത്തുക്കളാണെന്നും സർക്കാരിന് ഇതിൽ യാതൊരു പങ്കാളിത്തമില്ല എന്നും സർക്കാരിന്റെ ഒരു തരിശുഭൂമിയോ ഒരു പൈസയുടെ സ്വത്തോ ഈ വഖഫ് ഭൂമിയിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതും വ്യക്തമായിരിക്കെ 1953 നെഹ്റുവിന്റെ ഭരണകാലം മുതൽ വഖഫുമായി ബന്ധപ്പെട്ടുള്ള പല പാർലമെന്ററി യോഗങ്ങൾ നടക്കുകയും 1995 വഖഫ് ആക്ട് 1991 നിലവിൽ വരികയും ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും കാലം വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളിലും വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്ന ഇത്
നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നു ഭരണകർത്താക്കൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ സംഘപരിവാർ എന്തൊരു അജണ്ടയാണോ ഈ നാടിന്റെ മുമ്പിൽ വയ്ക്കുന്നത്, അവർ മുമ്പിൽ വയ്ക്കുന്ന ശത്രുക്കളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മതന്യൂനപക്ഷത്തിൽ പ്രബലരായ മുസ്ലിം സമുദായത്തെ മുച്ചൂടും ഇല്ലാതാക്കുവാനുള്ള അവരുടെ 100 വർഷത്തെ പ്രയത്നത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അവർ മുസ്ലിം സമുദായത്തിനും അനുബന്ധമായി വരുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്കും പാർശ്വവൽക്കൃത വിഭാഗങ്ങൾക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കും ഒക്കെ മൊത്തത്തിൽ ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വഖഫ് സ്വത്തുക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രബല സമുദായത്തെയും അനുബന്ധ വിഭാഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള കുറിപ്പ് ചീട്ടായിട്ടാണ് വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. 44ഓളം വരുന്ന ഭേദഗതികളിൽ ഒരു ഭേദഗതി പോലും വഖഫിനെ സംരക്ഷിക്കുന്നതായിട്ടില്ല. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഭൂമി കയ്യേറ്റങ്ങളും വഖഫ് സ്വത്ത് കയ്യേറ്റങ്ങളും അതേപോലെ തന്നെ വ്യക്തികൾ, പ്രൈവറ്റ് കമ്പനികൾ പോലുള്ള അംബാനിയെ പോലുള്ള ഇവിടുത്തെ കോർപ്പറേറ്റുകൾ കൈയടക്കി വച്ചിട്ടുള്ള വഖഫ് സ്വത്തുക്കളും കേരള സർക്കാർ തന്നെ എടുത്തിട്ടുള്ള കേരളത്തിൽ തന്നെ 1000-ലധികം കോടികൾ വിലമതിക്കുന്ന വഖഫ് സ്വത്തുക്കൾ കയ്യേറിട്ടുണ്ടെന്നുള്ളതും എല്ലാം പരക്കെ വ്യക്തമായിട്ടുണ്ടായിരുന്നിട്ടും ഇതിനെയെല്ലാം അനുകൂലമാക്കിയെടുക്കുവാൻ, കയ്യേറ്റക്കാർക്ക് അനുകൂലമാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു ബില്ല് എന്ന് തന്നെയല്ല, മസാനങ്ങൾ അതേപോലെ തന്നെ പള്ളികൾ, മദ്രസകളൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ബുൾഡോസർ രാജ് ഇവിടെ നടപ്പിലാക്കി പൊളിച്ചെടുക്കുവാൻ വേണ്ടി അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതിന്റെ ഭാഗമാണ്. 14 NDA അംഗങ്ങളുടെ 14 നിർദ്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുകയും പ്രതിപക്ഷ അംഗങ്ങളുടെ 44ഓളം ഭേദഗതികൾ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് JPC അവതരിപ്പിക്കുന്ന ആ ബില്ലിനെ ശക്തിയുക്തം എതിർക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയാടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ അതിനെ എതിർക്കുവാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോടും ഇവിടുത്തെ രാജ്യസ്നേഹികളോടും മതേതരത്വ ജനാധിപത്യ വിശ്വാസത്തോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദേശവ്യാപകമായി ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് പരസ്യമായി കത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ വഖഫ് ഭേദഗതി ബില്ല് കത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ആ ബില്ല് പരസ്യമായി കത്തിക്കുവാൻ പത്തനംതിട്ട ജില്ലാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് S. മുഹമ്മദ് അനീഷിനെ ഞാൻ ക്ഷണിക്കുകയാണ്. കേരളത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നവീൻ മൗലവി, മറ്റു ജില്ലാ മണ്ഡലം നേതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം മനുഷ്യത്വ വിരുദ്ധവും രാജ്യ നന്മയ്ക്ക് എതിരുമായിട്ടുള്ള ഒരു നിയമ ഭേദഗതി ഇന്ന് പാർലമെൻറ്റിൽ NDA സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് രാജ്യമെമ്പാടും ഈ പറയുന്ന അമെൻമെൻറ്റ് ആക്ട് കത്തിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതികളും വിഷയങ്ങളുമൊക്കെ ആധികാരികമായി തന്നെ ഇവിടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അവർ RSSന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ രാജ്യത്തെ ഭീകര പ്രസ്ഥാനമായിട്ടുള്ള RSSന്റെ അണ്ടറിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ടാണ് RSSന്റെ അജണ്ട നടപ്പിലാക്കുവാൻ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുസ്മൃതി വിഭാവനം ചെയ്യുന്ന മതരാജ്യമാക്കുവാൻ വേണ്ടി തുടക്ക കാലഘട്ടം മുതൽ 2014 BJP അധികാരം ഏറ്റെടുത്ത കാലഘട്ടം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഏകപക്ഷീയമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുവിച്ചുകൊണ്ട് ഏകാധിപത്യ അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി RSSന് കഴിയാത്ത മേഖലകളിലൊക്കെ തന്നെ
ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രബല വിഭാഗമായ ന്യൂനപക്ഷത്തിലെ പ്രബല വിഭാഗങ്ങളായ മുസ്ലിങ്ങൾക്ക് നേരെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളടക്കം പാസാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കളായി RSSന്റെ പ്രധാന ശത്രുക്കളായി ഇവിടെ മുസ്ലിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അന്ന് മുതൽ തന്നെ ഈ രാജ്യത്ത് നിന്ന് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ പുറത്താക്കി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഏകാധിപത്യ രാജ്യം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ മതപരമായ മതരാജ്യം സൃഷ്ടിക്കുവാൻ വേണ്ടി RSS കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അവസാനത്തെ ഉദാഹരണമാണ് വഖഫ് ഭേദഗതി ബില്ല്. 2014 ഓഗസ്റ്റ് 8 കിരൺ റിജിജു എന്ന് പറയുന്ന കേന്ദ്ര നിയമമന്ത്രി ഈ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് JPC-യിലേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. JPC-യിൽ വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അനുകൂലമായി RSSന് അനുകൂലമായി അല്ലെങ്കിൽ മതരാജ്യം സൃഷ്ടിക്കണമെന്ന് അനുകൂലമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ രാജ്യത്തിന്റെ നന്മയ്ക്കോ ഉള്ള ഒരു നിയമമല്ല, മറിച്ച് ഇതിൽ വരുന്ന 26% വരുന്ന മുസ്ലിം സമുദായങ്ങളെ അവരെ ഏകപക്ഷീയമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ നിയമനിർമ്മാണങ്ങളിലേക്കും അവരുടെ അവകാശങ്ങളിലേക്കും അവരുടെ വിശ്വാസങ്ങളിലേക്കും കടന്നു കയറാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ ബില്ല് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നാളെ ഒരു അവസരത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഖബറുകൾ അടക്കം ചെയ്യണമെങ്കിൽ ഇന്ന് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തതിനനുസരിച്ച് പൊതു ശ്മശാനത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇന്ന് വിവിധ സംഘടനകൾ, ദേവസ്വം ബോർഡ് ഉൾപ്പെടെ വിവിധ ഹിന്ദു സംഘടനകളുണ്ട്. അതിലൊന്നും തന്നെ അവരുദ്ദേശിക്കാത്ത അല്ലെങ്കിൽ സർക്കാർ നിയമിക്കാത്ത രീതിയിലുള്ള ഒരു നിയമനം ഈ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൂടെ ഉൾപ്പെടുത്തി ആ ബോർഡ് നിയമിക്കണമെന്നുള്ള പുതിയ ഒരു അമെൻമെന്റാണ് ഈ നിയമത്തിൽ കൊണ്ടുവരുന്നത്. 1992 ബാബറി മസ്ജിദ് അക്രമത്തിലൂടെ RSS സംഘപരിവാർ പ്രവർത്തകർ ഒളിച്ചു നീക്കിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളൊക്കെ തന്നെ ഈ നിയമനിർമ്മാണത്തിലൂടെ RSSന് കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ്, 1 ഇഞ്ച് വഖഫ് ഭൂമി പോലും ഒരു RSSകാരനും ഒരു കേന്ദ്ര സർക്കാരിനും തൊടാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അമെൻമെന്റ് ആക്ട് കത്തിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്, പ്രതിഷേധം 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 SDPIയുടെ പ്രതിഷേധം കത്തട്ടെ 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 രാജ്യവിരുദ്ധ ബില്ല് കത്തട്ടെ 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 വഖഫ് ബില്ല് കത്തട്ടെ വഖഫ് ബില്ല് കത്തട്ടെ SDPI സിന്ദാബാദ് SDPI സിന്ദാബാദ് വഖഫ് ബില്ല് കൊലയട്ടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങൂ നാട്ടുകാരെ തെരുവിലിറങ്ങൂ നാട്ടുകാരെ പ്രതിഷേധം 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 SDPI പ്രതിഷേധം SDPI പ്രതിഷേധം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് SDPI സിന്ദാബാദ് SDPI സിന്ദാബാദ് ഈ പ്രതിഷേധ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.